രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് ബി.ജെ.പി. രംഗത്ത്. രാഹുലിന് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവില്ല, മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുന്നത് അതേപടി വിളമ്പാൻ മാത്രമാണ് അറിയുന്നത്. കോൺഗ്രസ് മുൻഗണന നൽകുന്നത് തിരക്കഥയ്ക്കാണ്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി തന്നെ ചിന്തിക്കാൻ അല്ലെങ്കിൽ ആ സ്വന്തം ചിന്തകൾ സ്വതന്ത്രമായി തന്നെ പ്രകടിപ്പിക്കാൻ കഴിവില്ല എന്നും പ്രസംഗിക്കുന്നതിന് മുൻപേ തന്നെ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ആരോപണമായി ബി.ജെ.പി. ഉന്നയിച്ചിരിക്കുന്നത്. ഉപദേശകർ കോൺഗ്രസ് നേതാക്കളെ വെറും ഒരു വക്താക്കളാക്കി തന്നെ മാറ്റുകയാണ് എന്നും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എപ്പോഴും തന്നെ തിരക്കഥയാണ് അവർ ഇത്തരത്തിൽ മുൻഗണന നൽകിക്കൊണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് അതിനുശേഷം മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ എന്ന പരിഹാസവും ബി.ജെ.പി. ഉന്നയിച്ചു. മഹാരാഷ്ട്രയിൽ നടന്ന ഒരു പരിപാടിക്കിടയിൽ അതിനെ ചൊല്ലിയാണ് കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ ഇപ്പോൾ രാഷ്ട്രീയ പോര് വീണ്ടും ചൂടുപിടിക്കുന്നത്. പരിപാടിക്കിടെ തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹോട്ട് മൈക്ക് ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് ബി.ജെ.പി. പുതിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വേദിയിൽ പ്രസംഗം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപേ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരാൾ അവിടെ മറാത്തി വാചകം പറഞ്ഞു കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ബി.ജെ.പി. രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുന്നത്. പൂനെ മൻചേ പ്രേം, അതായത് പൂനെ എന്നാൽ സ്നേഹമാണ് എന്ന വാചകം രാഹുൽ ഗാന്ധിക്ക് വേദിയിലേക്ക് കയറുന്നതിന് മുൻപേ തന്നെ പരിഭാഷപ്പെടുത്തി നൽകിയതും തുടർന്ന് അത് രാഹുൽ ആവർത്തിക്കുന്നതുമാണ് പുറത്തു വന്ന വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനെ മുൻനിർത്തിയാണ് ബി.ജെ.പി. രാഹുലിന്റെ പ്രസംഗത്തെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടെ തന്നെ ബി.ജെ.പിയുടെ പ്രധാന രാഷ്ട്രീയ ആരോപണം ഇതായി തന്നെ ഉന്നയിക്കുകയും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ വാക്കുകൾ സ്വാഭാവികമായി തന്നെ വന്നതാണോ അതോ വേദിക്ക് പിന്നിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ഓരോ വാചകവും നിർദ്ദേശിച്ചു കൊടുത്തതാണോ എന്നും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഹോട്ട് മൈക്ക് ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ബി.ജെ.പി. ഉയർത്തിയ ചോദ്യം ഇതായിരുന്നു. അതേസമയം ഒരു പ്രസംഗത്തിന് മുൻപേ തന്നെ പ്രാദേശിക ഭാഷയിലെ വാക്കുകളും വാചകങ്ങളും നേതാക്കൾക്ക് അവിടെ പരിചയപ്പെടുത്തുന്നത് സാധാരണ രാഷ്ട്രീയ പരിപാടികളിലും കാണുന്ന കാര്യമാണ്. ബി.ജെ.പി. ഇതിനെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ആശയവിനിമയ ആ ഒരു ശേഷിയെ തന്നെ ചോദ്യം ചെയ്യാനുള്ള അവസരമാക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇതിനെ സാധാരണ വേദി തയ്യാറെടുപ്പായി തന്നെ കണക്കാക്കുന്ന അത് കാണാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ രാഷ്ട്രീയ വ്യാഖ്യാനമാണ് ഇനി പ്രധാന പോരാട്ടമായി പറയുന്നത്. വേദിയിൽ പറഞ്ഞ ഓരോ മറാത്തി വാചകം വേദിക്ക് പിന്നിലെ ഏതാനും സെക്കൻഡുകൾ അതിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന വലിയ രാഷ്ട്രീയ വിവാദം ഇവിടെ ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവെക്കുകയും കൂടെ ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.